ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനൊരു അടിപൊളി ബീഫ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാനിതാ ഫ്ലെയിം ഓൺ ആക്കിയതിൻ്റെ ശേഷം ഒരു കുക്കർ വെച്ച് കൊടുത്തിക്കണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് വാടിയതിന് ശേഷമാണ് ഞാൻ വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള 2 വലിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കനം കുറച്ചിട്ടാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നല്ലപോലെ വാടിയതിന് ശേഷമാണ് ഞാൻ മസാലപ്പൊടി ചേർക്കുക. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി, വലിയ ഉള്ളി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായി വരുന്നത് വരെ ഞാൻ ഇളക്കി കൊടുക്കും കേട്ടോ. ഇത് വാടിയതിന് ശേഷം ഒരു അര കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. കൂടുതൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പുളിപ്പ് വരില്ല. അപ്പം ചെറിയ കഷ്ണമാണ് ഞാൻ ഇടണുള്ളൂ. പിന്നെ മസാലപ്പൊടിയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകപ്പൊടി, മീറ്റ് മസാല, ഇത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഗരം മസാലൻ്റെ പൊടി ഇട്ട് കൊടുക്കണില്ല, അതോടെ ആർക്കും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ ഇത് മാത്രമാണ് മസാലയിട്ട് ഇടുന്നത്. ഈ മസാലപ്പൊടിൻ്റെ പച്ചമണം മാറണത് വരെ ഞാൻ നല്ലപോലെ ഇളക്കി കൊടുക്കും കേട്ടോ. അതിന് ശേഷം കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. നടുക്കൊരു കുഴിത്തിയിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. കാരണം എത്ര വെളിച്ചെണ്ണ നമ്മൾ ഉള്ളി ഒക്കെ വാട്ടുന്ന സമയത്ത് ഒഴിച്ച് കൊടുത്താലും അത് പിന്നെ ഒരു വരണ്ട് ഇതായി നിൽക്കില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. എന്നാലേ ആ വെളിച്ചെണ്ണൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ കറിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ ക്ലീനാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ആവിക്ക് ഒരു 5 മിനിറ്റ് വേവിക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെക്കുക.